Hello dear students, today we are going to restart our class after a short break or after the Onam vacation. Okay. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് യൂണിറ്റ് വളരെ എളുപ്പമാണ്. നമുക്ക് കുറേ കുട്ടികൾ പുതുതായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഇതൊരു പുതിയൊരു തുടക്കമാണ്. അപ്പോൾ നോക്കുക. Let's begin. Okay. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സെക്കൻഡ് യൂണിറ്റ്. In this unit we are discussing about hard disk, CD, DVD, RAID എന്ന് പറഞ്ഞ ടെക്നോളജി, RAID ഇതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, you all are familiar with hard disk അല്ലേ? The word hard disk. എല്ലാവരും ഹാർഡ് ഡിസ്ക് എന്താണെന്നറിയില്ല, കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ട് ഹാർഡ് ഡിസ്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ള മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. യൂണിറ്റ് 2. അപ്പോൾ എഴുതുക, യൂണിറ്റ് 2 എന്ന് എഴുതുക. നോട്ട് ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് ലിസൺ ഹിയർ. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരാണ്, അല്ലെ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന മെമ്മറിക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. ഓക്കെ. അപ്പൊ മാഗ്നറ്റിക് മെമ്മറി എന്നാണ് ഇതിന്റെ അർത്ഥം. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. അപ്പൊ മാഗ്നറ്റിക് മെമ്മറി, ഇതാണ് പറയാ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. അപ്പൊ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ഓൺ എ മാഗ്നറ്റിക്കലി കോട്ടഡ് സർഫസ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്ത സർഫസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ. അത് ഹാർഡ് ഡിസ്ക് ആണ് അതിന്റെ മെയിൻ എക്സാമ്പിൾ. ഓക്കെ. ദ ഓപ്പറേഷൻ ഓഫ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പൊ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളിന്റെ ബേസിലാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ the working is based on the ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാഗ്നറ്റിക് മെമ്മറികളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് പറയാം മാഗ്നറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ്, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ ഏതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാർഡ് ഡിസ്ക്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഹാർഡ് ഡിസ്ക് ആണ്. ഇപ്പൊ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, പിന്നെ മാഗ്നറ്റിക് ടേപ്പ്, ഇതൊക്കെയാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ. ഇതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ. പിന്നെ ഉള്ളത്, അപ്പൊ ഇനി ഹാർഡ് ഡിസ്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതിന്റെ പ്രത്യേകത വേറെ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഹാർഡ് ഡിസ്കിന് നല്ല കപ്പാസിറ്റി കൂടുതലാണ്. സാധാരണ റാമിനേക്കാളും പിന്നെ ക്യാഷ് മെമ്മറിയേക്കാളും ഒക്കെ ജിഗാബൈറ്റ് അല്ലെ ടെറാബൈറ്റ് കപ്പാസിറ്റി എന്തിനുണ്ട്? ഹാർഡ് ഡിസ്കിനുണ്ട്. ഓക്കെ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ഹാർഡ് ഡിസ്കിനുള്ളത്. ഇനി ഹാർഡ് ഡിസ്കിനകത്ത് എന്തൊക്കെയാണ്? ഹാർഡ് ഡിസ്കിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം നമുക്ക്. ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഹാർഡ് ഡിസ്കിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. നോക്കൂ. യൂണിറ്റ് 2 എന്ന് എഴുതുക. അതില് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ഓൺ എ മാഗ്നറ്റിക്കലി കോട്ടഡ് സർഫസ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് അത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മാഗ്നറ്റിക്കലി കോട്ടഡ് സർഫസിലാണ്. ഇനി ഇതിന്റെ ഓപ്പറേഷൻ ഓഫ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ? മാഗ്നറ്റിക് മെമ്മറികൾ ഏതൊക്കെയുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ആൻഡ് മാഗ്നറ്റിക് ടേപ്പ്, ഇതൊക്കെയാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ. ഓക്കെ. ഇനി ഹാർഡ് ഡിസ്ക് എന്താണെന്ന് നോക്കാം. ഹാർഡ് ഡിസ്ക് മെയിൻ ഹെഡിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ് ഡിസ്ക് ഇസ് ദ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ ദിസ് യൂണിറ്റ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഹാർഡ് ഡിസ്കിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. കേട്ടോ, ഒരു 12 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഹാർഡ് ഡിസ്കിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ഓക്കെ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എഴുതുക. ഹാർഡ് ഡിസ്ക് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതുക. വെരി ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെക്കുക. ആ ടോപ്പിക് മാർക്ക് ചെയ്ത് വെക്കുക. ഹാർഡ് ഡിസ്ക് ഈസ് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്
പിന്നെന്താ, ഇറ്റ് ഹാസ് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഹാർഡ് ഡിസ്കിന് ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. പിന്നെ ഹാർഡ് ഡിസ്കിന്റെ പ്രത്യേകത അതിന്റെ കമ്പോണൻസ്. ഹാർഡ് ഡിസ്കിന്റെ കമ്പോണൻസ് ഹാർഡ് ഡിസ്കിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഹാർഡ് ഡിസ്കിനകത്തുള്ളത് ഡിസ്ക് പ്ലേറ്റർ. ഒരു പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് റൗണ്ടിലുള്ള വട്ടത്തിലുള്ള ഒരു പ്ലേറ്റ് ആണ്. പിന്നെ ഉള്ളത് സ്പിൻഡിൽ ആൻഡ് സ്പിൻഡിൽ മോട്ടോർ. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ കറങ്ങാനുള്ള സാധനം, സ്പിൻഡിലും സ്പിൻഡിൽ മോട്ടോർ. പിന്നെ റീഡ് റൈറ്റ് ഹെഡ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. റീഡ് റൈറ്റ് ഹെഡ്, റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്, പിന്നെ ഒരു വടി പോലുള്ള സാധനമാണ് റീഡ് റൈറ്റ് ഹെഡ്. ഓരോന്നിനെ പറ്റി പറയാം. പിന്നെ ഉള്ളത് ഹെഡ് ആക്ച്വേറ്റർ. ഹെഡ് ആക്ച്വേറ്റർ എന്ന ഹെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള മെക്കാനിസത്തിനാണ് നമ്മൾ എന്താ പറയുക, ഹെഡ് ആക്ച്വേറ്റർ എന്ന് പറയും. പിന്നെ ഉള്ളത് എയർ ഫിൽട്ടർ, എയർ പുറത്തു പോകാനൊക്കെയുള്ള എയർ ഫിൽട്ടർ. പിന്നെ ലോജിക് ബോർഡ് ആൻഡ് കൺട്രോളർ ഐസീസ്. അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടി ഐസി ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വേണം, കൺട്രോൾ ചെയ്യാനുള്ള ബോർഡ്, സർക്യൂട്ട് ബോർഡ്, PCB. അപ്പോൾ ഇതൊക്കെ വെക്കാനുള്ള ഒരു ബോർഡും അതിന്റെ മേലെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഐസികളും വേണം, കൺട്രോളർ ഐസീസ്. ഇതൊക്കെയാണ് ഒരു ഹാർഡ് ഡിസ്കിനകത്ത് മിനിമം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യം. അപ്പോൾ നോക്കുക, ഡിസ്ക് പ്ലേറ്റർ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ റൗണ്ടിലുള്ള ഒരു പ്ലേറ്റ്. പിന്നെ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ കറങ്ങാൻ വേണ്ടി ഒരു സ്പിൻഡിലും സ്പിൻഡിൽ മോട്ടോറും വേണം. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റി പോലൊരു സാധനമാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഹാർഡ് ഡിസ്കിന്റെ കമ്പോണന്റ് നോക്കാം. ഡിസ്ക് പ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് പോലെ, ഒരു പ്ലേറ്റ്, റൗണ്ടിലുള്ള ഒരു പ്ലേറ്റ്. അലൂമിനിയത്തിന്റെ പ്ലേറ്റ് ആയിരിക്കും. ഓക്കെ, അലൂമിനിയത്തിന്റെ പ്ലേറ്റ് ആയിരിക്കും. പക്ഷെ അതിൽ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ രണ്ട് ഭാഗത്തും പിന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇത് റൗണ്ടിലുള്ള ഒരു പ്ലേറ്റ് ആണ്. അതിന്റെ ഈ ഭാഗത്തും മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു പ്ലേറ്റ്. ഇപ്പൊ ഡിസ്ക് പ്ലേറ്റർ. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഡാറ്റ ഒക്കെ എഴുതുന്നത്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇത് പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിന്റെ മുകളിലാണ് ഡാറ്റ ഒക്കെ എഴുതുക. ഓക്കെ, ഈ ഡാറ്റകളൊക്കെ എഴുതുന്നത് ഇവിടെയായിരിക്കും. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ പ്ലേറ്റിന്റെ മേലെയാണ്. മുകളിലും ഭാഗത്തും എഴുതാം, താഴെ ഭാഗത്തും എഴുതാം. ഓക്കെ, ഇപ്പൊ ഡിസ്ക് പ്ലേറ്റർ. പിന്നെ സ്പിൻഡിൽ ആൻഡ് സ്പിൻഡിൽ മോട്ടോർ. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറ്റി. ഇതിലാണ് ഈ ഡിസ്ക് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്, ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ സ്പിൻഡിൽ കറങ്ങുമ്പോൾ ഈ പ്ലേറ്റും കറങ്ങും. ഈ സ്പിൻഡിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ 2-3 പ്ലേറ്റുകൾ ഉണ്ടാവും. ഒരു പ്ലേറ്റ് അല്ല, 2-3 പ്ലേറ്റുകൾ ഉണ്ടാവും. അങ്ങനെ 2 പ്ലേറ്റ് 3 പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പ്ലേറ്റുകളൊക്കെ ഒരു സ്പിൻഡിലിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഫിക്സഡ് ആണ്. സ്പിൻഡിലിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സ്പിൻഡിൽ എന്ത് ചെയ്യും? കറങ്ങും. സ്പിൻഡിൽ കറങ്ങുമ്പോൾ എന്താ? ഈ പ്ലേറ്റും കറങ്ങും. ഇവിടെ ഇങ്ങനെ സ്പിൻഡിലാണ് ഇത് കറങ്ങും, പ്ലേറ്റും കറങ്ങും. പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. ഓക്കെ, അപ്പൊ സ്പിൻഡിൽ ആൻഡ് സ്പിൻഡിൽ മോട്ടോർ. സ്പിൻഡിൽ മോട്ടോർ എന്തിനാണ്? സ്പിൻഡിലിനെ കറക്കാൻ വേണ്ടിയിട്ടാണ് സ്പിൻഡിൽ മോട്ടോർ ഉപയോഗിക്കുന്നത്. സ്പിൻഡിലിനെ കറക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് സ്പിൻഡിൽ. ഇതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ പ്ലേറ്റ് ഈ സ്പിൻഡിൽ കറങ്ങുമ്പോൾ പ്ലേറ്റും കറങ്ങും, ഇങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. ഓക്കെ, സ്പിൻഡിൽ കറങ്ങുമ്പോൾ പ്ലേറ്റ് കറങ്ങും. ഇനി എന്താണ്? റീഡ് റൈറ്റ് ഹെഡ് അസംബ്ലി എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ഈ പ്ലേറ്റിലാണ് നമ്മൾ ഡാറ്റ എഴുതുന്നത്. അപ്പൊ എഴുതാൻ ഉപയോഗിക്കുന്ന, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഹെഡാണ് റീഡ് റൈറ്റ് ഹെഡ്. അപ്പൊ അതിവിടെ തൊട്ടിട്ടുണ്ടാവും. ഈ പ്ലേറ്റർ ഉണ്ടല്ലോ, ഈ പ്ലേറ്റർ ഇങ്ങനെ ഉണ്ടാവും. ഈ പ്ലേറ്ററുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുകളിൽ ഉണ്ടാവും റീഡ് റൈറ്റ് ഹെഡ്. ഓക്കെ, അപ്പൊ ഈ റീഡ് റൈറ്റ് ഹെഡുകൾ ഇവിടെയും ഡാറ്റ എഴുതാൻ പറ്റും, ഇവിടെയും ഡാറ്റ എഴുതാൻ പറ്റും. അല്ലെ, ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. രണ്ട് ഭാഗത്തുണ്ടല്ലോ. ഒരു പ്ലേറ്റിന് 2 വശങ്ങളുണ്ടല്ലോ. അപ്പോൾ ദിസ് സൈഡ് വി ക്യാൻ റൈറ്റ്, ദിസ് സൈഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് or read. ഓക്കെ, അപ്പോൾ ഒരു പ്ലേറ്റിന് there are 2 sides, ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ, അപ്പോൾ ടോപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും, താഴെയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 2 റീഡ് റൈറ്റ്. അപ്പോൾ 2 ഹെഡ് വേണ്ടി വരും. മുകളിലും താഴെയും എഴുതാൻ പറ്റും, 2 എണ്ണം. ഓക്കെ, അങ്ങനെ വേറൊരു പ്ലേറ്റും കൂടി ഉണ്ടെങ്കിലോ, ഒരു പ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ ഇതിനും വേണം 2 എണ്ണം. അപ്പോൾ ഓരോ പ്ലേറ്റിനും 2 റീഡ് റൈറ്റ് ഹെഡ് വേണം. മുകൾ ഭാഗത്ത് എഴുതാൻ ഒരു ഹെഡ്, താഴെ ഭാഗത്ത് എഴുതാൻ ഒരു ഹെഡ്. ഓക്കെ, 2 heads are used for writing in a plater. ഒരു പ്ലേറ്റിന് there are 2 sides. ഒരു പ്ലേറ്റിന് 2 sides ഉണ്ട്, ടോപ്പ് സൈഡ് ആൻഡ് ബോട്ടം സൈഡ്. ടോപ്പ് സൈഡ് we need 1 read write head, bottom side we need another read write head. Okay, so if there are 2 plates, then 4 read write heads are needed. Okay, ഇനി ഹെഡ് ആക്ച്വേറ്റർ. അടുത്ത കമ്പോണന്റ് ഹെഡ് ആക്ച്വേറ്റർ. എന്ന ഹെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവമാണ് ഇവിടെ തൊട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഹെഡ് മാത്രമല്ല ഉണ്ടാവും, ചിലപ്പോൾ 2 ഹെഡ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ 2 ഹെഡ് 3 ഹെഡ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊക്കെ ഒരു സ്പിൻഡിൽ പോലത്തുള്ള ഒരു കുറ്റി പോലുള്ള സാധനത്തിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. അതിനാണ് എന്താ പറയുന്നത്? ഹെഡ് ആക്ച്വേറ്റർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഈ ഹെഡിന്റെ മുകളിൽ ഇതുണ്ടാവും. പിന്നെ ഒരു ഹെഡിന്റെ മുകളിൽ എന്തുണ്ടാവും? ഹെഡിന്റെ മുകളിൽ
ഇതാണ് ഹെഡ് ആക്ച്വേറ്റർ. ഇവിടെ ഇതൊരു ഹെഡാ, ഇതൊരു ഹെഡ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇതിൽ നോക്കാം. പിന്നെ ഉള്ളത് അത്രയൊക്കെ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എയർ ഫിൽട്ടർ ആണ്. എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എയർ വരാനും പോകാനുള്ളതാണ്. ഹാർഡ് ഡിസ്കിനകത്തേക്ക് എയർ ഒക്കെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലോജിക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അതിന്റെ IC ഒക്കെ വെക്കാനുള്ള ബോർഡ്, കൺട്രോൾ ചെയ്യാൻ ഇലക്ട്രിസിറ്റി ഒക്കെ വേണമല്ലോ. അപ്പൊ IC അതിനെ കൺട്രോൾ ചെയ്യാനുള്ള IC-കളും അത് വെക്കാനുള്ള ബോർഡാണ് ലോജിക് ബോർഡ് ആൻഡ് കൺട്രോളർ ICs. ഓക്കെ. പിന്നെ കണക്ടേഴ്സ് ആൻഡ് ജമ്പേഴ്സ്. പിന്നെ കണക്ടേഴ്സ് ആൻഡ് ജമ്പേഴ്സ് ആണ്. കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാർഡ് ഡിസ്കിനകത്ത് കണക്ഷൻ ഒക്കെ കൊടുക്കണമല്ലോ, കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ഷൻ ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് കണക്ട് ചെയ്യാനുള്ള സ്ഥലവും ജമ്പർ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അതാണ്, ഇത്രയാണ് കമ്പോണൻസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫിഗർ നോക്കാം. ഇത് നിങ്ങൾ വരച്ചെടുക്കുക. ഇത് നോക്കിക്കോളൂ. ഹാർഡ് ഡിസ്കിന്റെ കമ്പോണൻസ് എഴുതാം കേട്ടോ, എല്ലാ കമ്പോണൻസ് എഴുതാം. ഇനി അടുത്ത ഇത് ഫിഗറാണ്. ഇതാണ് ഹാർഡ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. നോക്കാം, ഇതാണ് പ്ലേറ്റ്. കണ്ടോ, ഇത് കണ്ടോ പ്ലേറ്റ്, ഈ റൗണ്ടിലുള്ളതാണ് പ്ലേറ്റ്. ഇപ്പൊ എത്ര പ്ലേറ്റ് ഉണ്ട്? 1 2 3 4 പ്ലേറ്റേഴ്സ് ആണ്. there are 4 പ്ലേറ്റേഴ്സ് ഉണ്ടോ, 4 പ്ലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തുണ്ട്, റീഡ് റൈറ്റ് ഹെഡ് കണ്ടോ, ഇതാണ് റീഡ് റൈറ്റ് ഹെഡ്. ഈ ബ്ലാക്കിൽ കാണുന്ന ഇതാണ്, ഇത് പ്ലേറ്റർ, റൗണ്ടിലുള്ള പ്ലേറ്റർ ആണ്. ഇതാണ് സ്പിൻഡിൽ, നേരെ കുത്തനെ ഉള്ളത്, വെർട്ടിക്കൽ ആയിട്ട് കാണുന്ന ഇതാണ്. ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്ന നേരെ സ്പിൻഡിൽ. അപ്പൊ ഈ സ്പിൻഡിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും, ദ പ്ലേറ്റേഴ്സ് ആർ ഫിക്സ്ഡ് ഓൺ ദ സ്പിൻഡിൽ. കണ്ടോ, ഈ സ്പിൻഡിലിന്റെ മുകളിലൊക്കെ പ്ലേറ്റർ ഫിക്സഡ് ആണ്. ഓക്കെ. ഇനി ഇത് സ്പിൻഡിൽ മോട്ടോർ ആണ്. സ്പിൻഡിൽ കറങ്ങും. ഈ സ്പിൻഡിൽ കറങ്ങുന്ന റൊട്ടേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. റൊട്ടേഷൻ ഈ രീതിയിലാണ് സ്പിൻഡിൽ കറങ്ങുക. ഈ സ്പിൻഡിൽ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്ലേറ്ററും കറങ്ങും. ഓക്കെ. അപ്പൊ പ്ലേറ്റർ, സ്പിൻഡിൽ ആൻഡ് സ്പിൻഡിൽ മോട്ടോർ. പിന്നെന്താ, റീഡ് റൈറ്റ് ഹെഡ്. ഇതാണ് റീഡ് റൈറ്റ് ഹെഡ്, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന റീഡ് റൈറ്റ് ഹെഡ്. അപ്പൊ ഇവിടെ ഇതില് നിങ്ങൾ ഒരു ഹെഡേ കാണുന്നുള്ളൂ, ഒരു പ്ലേറ്റിന് ഒരു ഹെഡാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താ, ഇതിന്റെ അടിഭാഗത്ത് ബോട്ടം സൈഡിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല. അത് സിംഗിൾ ഹെഡഡ് ആണ്, അല്ല സിംഗിൾ സൈഡഡ് ഹാർഡ് ഡിസ്ക് ആണ്. ഇതിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇനി അടിഭാഗത്തും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് താഴെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ ഹെഡ് ഒരു പ്ലേറ്ററിന് ഒരു ഹെഡ് മാത്രം വന്നു. രണ്ടാമത്തെ പ്ലേറ്റിന് രണ്ടാമത്തെ ഹെഡ്, മൂന്നാമത്തെ പ്ലേറ്റ് മൂന്നാമത്തെ ഹെഡ്, നാലാമത്തെ പ്ലേറ്റിന് നാലാമത്തെ ഹെഡ്. അപ്പം രണ്ട് ഭാഗത്തും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോഴൊക്കെ എന്താണ് ഡബിൾ സൈഡഡ് ആണ്. രണ്ട് ഭാഗത്തും ഡാറ്റ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ മുകളിലും ഒരു ഹെഡ് വേണം, താഴെയും ഒരു ഹെഡ് വേണം, എല്ലാത്തിനും. അപ്പോൾ 8 ഹെഡ് ആർ നീഡഡ്. ഡബിൾ സൈഡഡ് ആണെങ്കിൽ, ഹാർഡ് ഡിസ്ക് ഡബിൾ സൈഡഡ് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ വി നീഡ് 8 ഹെഡ്സ്. പക്ഷെ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഞാൻ സിംഗിൾ സൈഡഡിന്റെ ഫിഗറാണ് വരച്ചത്, സിംഗിൾ സൈഡഡ് ഹാർഡ് ഡിസ്ക്. അപ്പൊ വരയ്ക്കാൻ വൃത്തി ഉണ്ടാവും, അതുകൊണ്ടാണ്. അല്ലെ അടിയിലും കൂടി ഒന്നുകൂടി വരുമ്പോൾ കൂടുതൽ കൺജസ്റ്റഡ് ആവുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പം സിംഗിൾ സൈഡഡ് ആയതുകൊണ്ടാണ് ഒരു പ്ലേറ്ററിന് ഒരു ഹെഡ് വെച്ച് വരച്ചത്. ഇതാണ് ഹെഡ്. അപ്പൊ ഹെഡ് ഇതുമായിട്ട് എന്ത് ചെയ്യും, ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇവിടെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, ഈ പ്ലേറ്ററിന്റെ മുകളിലാണ് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഹെഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ, ഹെഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അവിടെ ഏരോ മാർക്ക് ഉണ്ടല്ലേ. ഹെഡ് ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്യുക, ഫോർവേഡ് ബാക്ക്വേർഡ്. ഈ പ്ലേറ്റർ എന്താ ചെയ്യുക, പ്ലേറ്ററിന്റെ മൂവ്മെന്റ് എങ്ങനെയാ, പ്ലേറ്റർ കറങ്ങുകയാണ് ചെയ്യുക. പ്ലേറ്റ് സ്പിൻഡിൽ മോട്ടോർ ആണ് അല്ലെ, മോട്ടോറിൽ കറങ്ങുകയാണ് ചെയ്യുക. പ്ലേറ്റിന്റെ രണ്ട് മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. രണ്ട് മൂവ്മെന്റ്, പ്ലേറ്റ് കറങ്ങും, റീഡ് റൈറ്റ് ഹെഡ് ഫ്രണ്ടിലും ഫോർവേഡിലും കറങ്ങും. ഇതാണ് പ്ലേറ്റ്, ഇത് പ്ലേറ്റ് കറങ്ങും. ഈ പിന്നെ സ്പിൻഡിൽ റീഡ് റൈറ്റ് ഹെഡ് എന്ത് ചെയ്യും, മുകളിലേക്കും ഫോർവേഡും ബാക്ക്വേർഡും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഫിഗർ വൃത്തിയായിട്ട് വരച്ചെടുക്കുക കേട്ടോ, വളരെ നീറ്റായിട്ട് ഈ ഫിഗർ വരച്ചെടുക്കുക. ഇനി ഹാർഡ് ഡിസ്കിനെ പറ്റി എഴുതിക്കോളൂ. ഈ ഫിഗർ വരച്ചാൽ ഹാർഡ് ഡിസ്ക് ഈസ് എ മാഗ്നറ്റിക് മെമ്മറി ആണ് അല്ലെ. മാഗ്നറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ട്, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്ത പ്ലേറ്റിന്റെ മുകളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പ്ലേറ്ററിനെ പറ്റി, പ്ലേറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, പ്ലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ഷീറ്റ് ആയിരിക്കും അലൂമിനിയത്തിന്, കുറച്ച് കട്ടിയുള്ള. അപ്പോൾ പ്ലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലേറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് അലൂമിനിയം. ഇനി എന്ത് ചെയ്യും, അലൂമിനിയത്തിന്റെ മുകളിൽ ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്യും, ഒരു ബ്രൗൺ കളർ. അപ്പോൾ ഒരു അലൂമിനിയത്തിന്റെ ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്യും, അതിന് മുകളിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്യും.
എന്നിട്ട് ഹാവ് നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് ഫിക്സ്ഡ് ഓൺ എ സ്പിൻഡിൽ. ഒരു സ്പിൻഡിൽ എത്ര പ്ലേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഈ ഫിഗറിൽ 4 പ്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ്. അപ്പം ഒരു സ്പിൻഡിന്റെ മുകളിൽ ദർ ആർ നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ എ സ്പിൻഡിൽ. ദെൻ സ്പിൻഡിൽ മോട്ടോർ റൊട്ടേറ്റ്. സ്പിൻഡിൽ മോട്ടോർ എന്ത് ചെയ്യും? കറങ്ങും. റൊട്ടേറ്റ്സ്. സ്പിൻഡിൽ മോട്ടോർ റൊട്ടേറ്റ്സ് ദ സ്പിൻഡിൽ. സ്പിൻഡിൽ മോട്ടോർ സ്പിൻഡിലിനെ കറക്കും അറ്റ് ദ സ്പീഡ് ഓഫ് thousands of RPM. അല്ലെ, ഒരു മിനിറ്റില് 1000 ടൈംസ് എന്ത് ചെയ്യും? കറങ്ങും. സ്പിൻഡിലിനെ കറക്കും. സ്പിൻഡിലിനെ കറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പ്ലേറ്റർ ഓൾസോ വിൽ റൊട്ടേറ്റ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. സ്പിൻഡിൽ പ്ലേറ്റർ മാഗ്നറ്റിക് മെമ്മറിയിൽ പിന്നെ മാഗ്നറ്റിക് മെറ്റീരിയലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പ്ലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന അലൂമിനിയം കൊണ്ടാണ്. ഈ പ്ലേറ്ററിന്റെ മുകളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കും. ഇനി ഒരു ഹാർഡ് ഡിസ്കിനകത്ത് ഒന്നിൽ കൂടുതൽ പ്ലേറ്റേഴ്സ് ഫിക്സ് ചെയ്യും. നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് ആർ ഫിക്സ്ഡ് ഓൺ എ സ്പിൻഡിൽ. ഒരു സ്പിൻഡിൽ ഒന്നിൽ കൂടുതൽ പ്ലേറ്ററുകൾ ഫിക്സ് ചെയ്യും. പിന്നെ എന്ത്? സ്പിൻഡിൽ മോട്ടോർ എന്തിനാ റൊട്ടേറ്റ് ചെയ്യും? സ്പിൻഡിൽ മോട്ടോർ റൊട്ടേറ്റ് ദ സ്പിൻഡിൽ. സ്പിൻഡിലിനെ റൊട്ടേറ്റ് ചെയ്യും. എത്ര സ്പീഡിൽ? അറ്റ് ദ സ്പീഡ് ഓഫ് thousands of RPM. 1000 RPM. 1000 അതിൽ കൂടുതൽ RPM സ്പിൻഡിൽ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. ഈച്ച് പ്ലേറ്റർ ഹാവ് 2 റീഡ് ഓർ റൈറ്റ് ഹെഡ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ ഫിഗറിൽ ഒരു പ്ലേറ്റിന് ഒരു ഹെഡാണ് വരച്ചത്. അപ്പൊ എന്ത് സാധാരണഗതിയിൽ എത്ര ഉണ്ടാവും? ഒരു പ്ലേറ്ററിന് ഹാവ് 2 റീഡ് റൈറ്റ് ഹെഡ്. ഒരു പ്ലേറ്ററിന് 2 റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവാറുണ്ട്. ഒന്ന് മുകളിലും ഒന്ന് താഴെയും. ഓക്കെ. ഒരു പ്ലേറ്റർ ആണെങ്കിൽ ഒന്ന് മുകളിലും ഒന്ന് താഴെയും രണ്ട് റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാവും. എന്തിനാണ്? 2 ഭാഗത്തും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? റീഡ് റൈറ്റ് ഹെഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് മാഗ്നറ്റിക് കോട്ടഡ് ഇലക്ട്രിക്കൽ വയർ. ഇലക്ട്രിക്കൽ വയർ ആണ് ഈ സാധനം. റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക്കലി കോട്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കൽ വയർ ആണ് എന്ത്? ഈ റീഡ് റൈറ്റ് ഹെഡ്. ഓക്കെ. റീഡ് റൈറ്റ് ഹെഡ് പിന്നെ കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് മാഗ്നറ്റിക് കോട്ടഡ് ഇലക്ട്രിക്കൽ വയർ. ഇലക്ട്രിക്കൽ വയർ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഓരോ റീഡ് റൈറ്റ് ഹെഡും എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? അല്ലെ, ഓരോ റീഡ് റൈറ്റ് ഹെഡും അവിടെ ഒരു ആക്ച്വേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്ച്വേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അല്ലെ, അപ്പോൾ ഓരോ റീഡ് റൈറ്റ് ഹെഡും ഒരു ആക്ച്വേറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ആക്ച്വേറ്റർ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആക്ച്വേറ്റർ എങ്ങനെയാ മൂവ് ചെയ്യുക? റീഡ് റൈറ്റ് ഹെഡ് എങ്ങനെയാ മൂവ് ചെയ്യുക? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. റീഡ് റൈറ്റ് ഹെഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇനി റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ബൈ മൂവിങ് റീഡ് റൈറ്റ് ഹെഡ് ദ ഹാർഡ് ഡിസ്ക് ക്യാൻ ലൊക്കേറ്റ് ട്രാക്സ്. ഹാർഡ് ഡിസ്കിന് ട്രാക്കിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പൊ ഞാൻ അടുത്തൊരു ട്രാക്ക് എന്തിനാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ഇത് ആലോചിച്ചാൽ മതി. റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ട്രാക്ക് ആണ് മാറുക. ട്രാക്ക് ആണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇത്ര മാത്രമേ. റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ഇത് മാത്രം ആലോചിക്കൂ, പിന്നെ കുറച്ച് ഞാൻ മനസ്സിലായിക്കോളും. റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ട്രാക്ക് ആണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ. പിന്നെ പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ടർ ആണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 ഡിഫറൻസ് ഓർമ്മിച്ച് വെക്കണം. നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കുറച്ച് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇതിൽ ടോപ്പിക് എത്തുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ. ഇപ്പൊ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ട്രാക്കിനെ മാറ്റാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെക്ടറിനെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പോൾ ട്രാക്ക് മാറും. പിന്നെ പ്ലേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെക്ടർ മാറും. ഇപ്പൊ ട്രാക്ക് എന്താണ് സെക്ടർ എന്താണെന്ന് പറയാനുണ്ട്. അപ്പൊ മനസ്സിലായിക്കോളും. ഇനി ഇത് വർക്കിംഗ് നോക്കാം. ഇനി ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് റൈറ്റിംഗ് ഹാർഡ് ഡിസ്ക് എന്തിനാ? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്തിനാണ്? ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്, അല്ലെ, റൈറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ റീഡ് ചെയ്യാനാണ്. ഈ മെമ്മറി, എല്ലാ മെമ്മറികളിലും നമുക്ക് 2 കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ്. ഓക്കെ. അപ്പം വർക്കിംഗ് നോക്കാം. റൈറ്റിംഗ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് നോക്കാം. ഹാർഡ് ഡിസ്കിനകത്ത് എങ്ങനെയാണ് റൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ വർക്കിംഗ് എഴുതാം, ഇത് എഴുതിയിരിക്കാം. ഡ്യൂറിംഗ് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് റീഡ് റൈറ്റ് ഹെഡ് ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ വയർ ആണ്. എന്ത്? മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ വയർ ആണ് എന്ത്? റീഡ് റൈറ്റ് ഹെഡ്. ഓക്കെ. അപ്പൊ റീഡ് റൈറ്റ് ഹെഡിൽ നമുക്ക് എന്തെങ്കിലും റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനം റൈറ്റ് ചെയ്യണമെങ്കിൽ റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തിനാ? റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണെന്ത്, അല്ലെങ്കിൽ റീഡിങ്ങും റൈറ്റിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? റീഡ് റൈറ്റ് ഹെഡ് ആണ്. റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ അതാണ് റീഡ് റൈറ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഹെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹാർഡ് ഡിസ്കിനകത്ത് റീഡിങ്ങും റൈറ്റിങ്ങും നടത്തുന്നത്.
ഓക്കെ. അപ്പൊ റൈറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത് നോക്കാം. റൈറ്റിംഗ് ഡ്യൂറിംഗ് റൈറ്റിംഗ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യും, റീഡ് റൈറ്റ് ഹെഡിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കും, ഒരു കറണ്ട് പാസ് ചെയ്യും. റീഡ് റൈറ്റ് ഹെഡിലേക്ക് ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് റൈറ്റ് ഹെഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന്റെ അറ്റത്തൊരു ജനറേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. റീഡ് റൈറ്റ് ഹെഡിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. കാരണം എന്താ, അത് മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ അളവനുസരിച്ച് ഇപ്പൊ 2 ആംപിയർ കറണ്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. 3 ആംപിയർ ആണെങ്കിൽ അത്രയല്ല വ്യത്യാസം ഉണ്ടാവും. 4 ആംപിയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ചെറിയ കറണ്ട് അതിന് കൊടുക്കുന്ന കറണ്ട് അനുസരിച്ച് റീഡ് റൈറ്റ് ഹെഡിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്നത്. ഡ്യൂറിംഗ് റൈറ്റിംഗ് റീഡ് റൈറ്റ് ഹെഡ് ജനറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കറസ്പോണ്ടിങ് ടു ദ കറണ്ട് ഗിവൺ ടു ഇറ്റ്. അതിൽ കൊടുത്തിരിക്കുന്ന കറണ്ടിനനുസരിച്ച് റീഡ് റൈറ്റ് ഹെഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മുടെ ഈ പ്ലേറ്റ് ഓൾറെഡി എന്താണ്, നമ്മൾ പ്ലേറ്റ് ഓൾറെഡി എന്താ മാഗ്നറ്റിക് അല്ലേ, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്ന സംഭവം അല്ലേ. അലൂമിനിയം ആണ് പ്ലേറ്റ്. അലൂമിനിയത്തിന്റെ മുകളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ് പ്ലേറ്റ്. അപ്പോൾ അതിന്റെ മുകളിലാണ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് തൊട്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് എഴുതേണ്ടത്. ഈ മാഗ്നറ്റിക് മെറ്റീരിയലാണ്, ഈ പ്ലേറ്റിലാണ് നമുക്ക് ഡാറ്റ എഴുതേണ്ടത്. ഡാറ്റ എഴുതേണ്ടത് അവിടെ ആകുമ്പോൾ ഈ റീഡ് റൈറ്റ് ഹെഡിലേക്ക് ഒരു കറണ്ട് കൊടുക്കുമ്പോൾ റീഡ് റൈറ്റ് ഹെഡ് എന്താവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. ഇനി അത് എവിടെ തൊട്ടിട്ടുണ്ടാവുക, ഇത് നമ്മുടെ പ്ലേറ്റിൽ തൊട്ടിട്ടാണ് ഉണ്ടാവുക. ദ ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ്സ് എ സീരീസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഇത് മാഗ്നറ്റിക് റീഡ് റൈറ്റ് ഹെഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, പിന്നെ എവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓൾറെഡി നമ്മുടെ പ്ലേറ്ററും എന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്, അവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും, ഈ 2 മാഗ്നറ്റിക് ഫീൽഡും കൂടെ തൊടുന്ന സ്ഥലത്തിന്റെ ഒരു സീരീസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ, ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു പ്രത്യേക ഫ്ലക്സ് അവിടെ എന്താവും, ഒരു ഡാറ്റയെ ജനറേറ്റ് ചെയ്ത് അവിടെ സ്റ്റോർ ആവും. അപ്പൊ അതാണ് റൈറ്റിംഗ്. റൈറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. റൈറ്റ് ചെയ്യുന്നത് പിന്നെ റൈറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, റൈറ്റ് ചെയ്യുമ്പോൾ റീഡ് റൈറ്റ് ഹെഡിൽ നമ്മളൊരു കറണ്ട് കൊടുക്കും. റീഡ് റൈറ്റ് ഹെഡിൽ കറണ്ട് കൊടുക്കും. ഇത് നമ്മുടെ പ്ലേറ്ററാണ്. റീഡ് റൈറ്റ് ഹെഡ് പ്ലേറ്റർ തൊട്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എന്തെങ്കിലും എഴുതണം, ഇവിടെ നമുക്ക് എഴുതണം. അപ്പൊ റീഡ് റൈറ്റ് ഹെഡ് ഇതാണ്. അപ്പൊ റീഡ് റൈറ്റ് ഹെഡിൽ കറണ്ട് കൊടുക്കുമ്പോൾ എന്താകും, റീഡ് റൈറ്റ് ഹെഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഇതൊരു മാഗ്നറ്റായി മാറും. ഇവിടെ ഓൾറെഡി ഇത് പ്ലേറ്റർ മാഗ്നറ്റ് ആണല്ലോ, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്താണല്ലോ. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് മാഗ്നറ്റും അടുത്ത് വരുമ്പോൾ എന്താ, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ജനറേറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ എന്താ, ഇവിടെ ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫ്ലക്സ് ആയി കഴിഞ്ഞു. ഇപ്പൊ എന്താ, ഇത് ഇവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇതാണ് റൈറ്റിംഗ്. റൈറ്റ് ചെയ്തു. 2 ആംപിയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ ഉണ്ടാകുക. 3 ആംപിയർ ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പൊ നമുക്ക് എയോ ബിയോ സിയോ ഡിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ 5 ആംപിയർ കൊടുക്കും. ബി എന്നാണ് റൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കറണ്ട് കൊടുക്കുന്ന കറണ്ട് എത്ര, ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഇവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് 2 ആംപിയർ ആയിരിക്കും. കെ എന്നാണ് റൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീഡ് റൈറ്റ് ഹെഡിലേക്ക് കൊടുക്കേണ്ട ആംപിയർ 0.5 ആംപിയർ ആയിരിക്കും. അപ്പം ഇവരിൽ ഈ റീഡ് റൈറ്റ് ഹെഡിൽ കൊടുക്കുന്ന കറണ്ടിന്റെ അളവ് അനുസരിച്ചാണ് ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ്. അത് അവിടെ ഉണ്ടാവും. പിന്നെ അത് അവിടെ എപ്പോഴും ഉണ്ടാവും. എവിടെ ഉണ്ടാവും, ഈ ഫ്ലക്സ് പ്ലേറ്ററിനകത്ത് ഉണ്ടാവും. ഓക്കെ. റീഡിങ് എങ്ങനെയാണ് നോക്കാം. ഡ്യൂറിങ് റീഡിങ് എന്ത് ചെയ്യും, ഇവിടെ എന്താ എഴുതിയെന്ന് കിട്ടണം, അതിനാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അതിനെ വായിക്കുന്നതിനാണ് എന്താ പറയുക, റീഡിംഗ് എന്ന് പറയാം. ഹാർഡ് ഡിസ്കിനകത്ത് എന്താണ് എഴുതിയത് അത് വായിക്കണം. അപ്പൊ ഡ്യൂറിങ് റീഡിംഗ് ഇവിടെ തൊട്ടിരിക്കുകയാണ് ഹെഡ്. ഇവിടെ എന്താണ് എഴുതിയെന്ന് വായിക്കണം. ഇവിടെ ഡ്യൂറിങ് റീഡിംഗ് ദ ഫ്ലക്സ് ചേഞ്ചസ് വാസ്, ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ മാഗ്നറ്റിക് പ്ലേറ്ററിനകത്തേക്ക് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് തൊടുമ്പോൾ ആ സ്ഥലത്തിന്റെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സിൽ ചേഞ്ച്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പം ദ ഫ്ലക്സ് ചേഞ്ച് വാസ് അണ്ടർ ദ ഹെഡ് ഗ്യാപ്പ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് വരും. ഇവിടെ എന്താണെന്ന് വായിക്കാൻ വേണ്ടി അവിടെ എത്തും. മാഗ്നറ്റിക് ഈ റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ തൊടുമ്പോൾ രണ്ടാള് മാഗ്നറ്റ് ആണ്. അപ്പൊ ഒരു ഫ്ലക്സിന്റെ ചേഞ്ച് വരും. ഫ്ലക്സിന്റെ ചേഞ്ച് വരുമ്പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ദർ ഈസ് എ വോൾട്ടേജ് ഈസ് ജനറേറ്റഡ്. അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും ഇൻ ടു ദ റീഡ് റൈറ്റ് ഹെഡ്. റീഡ് റൈറ്റ് ഹെഡിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജ് എത്രയാണെന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തായി, അവിടെ എന്താണ് എഴുതിയെന്ന് മനസ്സിലായി. നല്ല ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ എ എന്നായിരിക്കും, അതിനേക്കാളും കുറച്ച് കുറവാണ് ഫ്ലക്സ് ചേഞ്ച് എങ്കിൽ കെ എന്നായിരിക്കും.
അതിനേക്കാളും കുറച്ചാണ് ഫ്ലക്സ് ചേഞ്ച് എങ്കിൽ ബി എന്നായിരിക്കും. അങ്ങനെ ഇതിനകത്തുള്ള ഫ്ലക്സിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യും. ഈ വോൾട്ടേജ് ഇതുവഴി എവിടേക്ക് പോകും? ഇത് റീഡ് ചെയ്യും. റീഡ് റൈറ്റ് ഹെഡ് റീഡ് ചെയ്യും. അപ്പം ഡ്യൂറിങ് റീഡിങ് the flux change was under the head gap. ഹെഡിനകത്തെ ഗ്യാപ്പിലാണ് ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. ഹെഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹെഡ് ഈ പ്ലേറ്ററും തമ്മിൽ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കറക്റ്റ് അങ്ങ് തൊടൂല, തൊട്ടില്ല എന്നുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഹെഡും പിന്നെ ഈ റീഡ് റൈറ്റ് ഹെഡും ഈ പ്ലേറ്ററും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഹെഡ് ഗ്യാപ്പിനകത്ത് ഒരു വോൾട്ടേജ് ഈസ് ജനറേറ്റഡ്. ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും അല്ലേ? വോൾട്ടേജ് എപ്പോഴും ജനറേറ്റ് ചെയ്യാൻ ഫ്ലക്സ് മുറിക്കുമ്പോൾ അല്ലേ? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് വോൾട്ടേജ് ഉണ്ടാവുന്നത്. അതെന്ത് ചെയ്യും? ആ റീഡ് റൈറ്റ് ഹെഡ് ഈസ് റീഡ് റൈറ്റ് ഹെഡിനകത്ത് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡാറ്റ. അതിനെന്താക്കി ഡാറ്റയാക്കി മാറ്റും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ഡാറ്റയാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ആ വോൾട്ടേജിനെ നമുക്ക് ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണോ എഴുതിയത്, ബി എന്നാണ് എഴുതിയത്, 1 എന്നാണ് എഴുതിയത്, 2 എന്നാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹാർഡ് ഡിസ്കിനകത്ത് റീഡ് റൈറ്റ് ഹെഡ് അതിന്റെ വർക്കിംഗ്. ഒരു ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് ഇങ്ങനെ. ഇനി നോക്കാം. ഇനി നമ്മുടെ പ്ലേറ്ററിനെ പറ്റി നമുക്ക്, ഇതൊരു പ്ലേറ്ററാണ്. പ്ലേറ്റർ അല്ലെ? പ്ലേറ്റർ പ്രത്യേക രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു പ്ലേറ്റർ അല്ല. പ്ലേറ്റേഴ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു എ സ്പെസിഫിക് സ്ട്രക്ചർ. ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് പ്ലേറ്റർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൂമിനിയത്തിന്റെ ഷീറ്റ് വട്ടത്തിലുള്ള. ഓക്കെ, നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്ലേറ്ററും, റൗണ്ടിലുള്ള പ്ലേറ്ററും എന്താ റൗണ്ട് ആയിട്ട് ചെറിയ ചെറിയ സർക്കിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ട്രാക്ക്. ട്രാക്ക് എന്താണെന്ന് നോക്കാം. ട്രാക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈച്ച് പ്ലേറ്റർ ഈസ് ഡിവൈഡഡ് ഇൻ ടു എ യൂണിഫോം കോൺസെൻട്രിക് സർക്കിൾ. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സെന്റർ പോയിന്റ് ഉള്ള സർക്കിൾ എന്ന് പറയുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾ. ഒരേ സെന്റർ പോയിന്റ് ഉള്ള കുറെ സർക്കിൾ എന്ന് പറയുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾ. വലുപ്പം കുറഞ്ഞു വരും. ഒറ്റ സെന്റർ പോയിന്റേ ഉള്ളൂ. അതിനെത്ര സർക്കിൾ വരയ്ക്കാം? നമുക്ക് ഒരേ സെന്റർ പോയിന്റ് വെച്ച് വലിയ കുറച്ച് വലുതാക്കി വരയ്ക്കാം. അപ്പം ഒരേ സെന്റർ പോയിന്റ് ഉള്ള സർക്കിൾ എന്ന് പറയുന്ന പേരാണ് കോൺസെൻട്രിക് സർക്കിൾ. അപ്പം ഒരു പ്ലേറ്റർ റൗണ്ടിലാണ് ഉണ്ടാവുക. ആ പ്ലേറ്ററിനെ റൗണ്ട് ആയിട്ട് പിന്നെയും കുറെ റൗണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത്, സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്ത്, ആ ഓരോ സർക്കിളിനും പറയുന്ന പേരാണ് ട്രാക്ക്. അതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാകും ട്രാക്ക് എന്ന്. ഇനി ഹാർഡ് ഡിസ്ക് ദർ ആർ thousands of track. ഒരു ഹാർഡ് ഡിസ്കിനകത്ത് thousands of ട്രാക്കുകൾ ഉണ്ട്. ആയിരക്കണക്കിന് ട്രാക്കുകൾ ഉണ്ട് ഒരു ഹാർഡ് ഡിസ്കിനകത്ത്. ഒരു ഹാർഡ് ഡിസ്കിനകത്ത്, ഒരു പ്ലേറ്ററിനകത്ത് കുറെ thousands of ട്രാക്കുകൾ ഉണ്ടാവും. ഓക്കെ, ഒരു പ്ലേറ്ററിനകത്ത്. ഇനി ഈച്ച് ട്രാക്ക്, ഓരോ ട്രാക്കും അപ്പൊ ഈ പ്ലേറ്ററിനെ റൗണ്ട് ആയിട്ട് സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്താ പറയുക? ട്രാക്ക് എന്ന് പറയും. ഇനി ഓരോ ട്രാക്കിനെയും നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒരു പൈ ഷേപ്പ്. പൈ എന്ന് പറഞ്ഞ ഷേപ്പില്ലേ? നമ്മളെ പൈ മാത്സിനകത്ത് പൈ എന്ന ഷേപ്പില്ലേ? അപ്പൊ പൈ ഷേപ്പ്. അപ്പൊ ഓരോ ട്രാക്കും ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു പൈ ഷേപ്ഡ് ഏരിയ. പൈ ഷേപ്ഡ് ഏരിയ ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് സെക്ടർ. ട്രാക്ക് എന്താണ്, സെക്ടർ എന്താണെന്ന് നോക്കണേ. ഒരു പ്ലേറ്ററിനെ സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പേരാണ് ട്രാക്ക്. ഇനി ഈ ട്രാക്കിനെ അഗൈൻ പൈ ഷേപ്ഡ് ഏരിയയിൽ, പൈ എന്ന് പറഞ്ഞ ഏരിയയിൽ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് സെക്ടർ. ഫിഗർ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ പ്ലേറ്റർ. ഇത് വരച്ചെടുക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് പ്ലേറ്റർ. ഉണ്ടോ? ഈ പ്ലേറ്ററിൽ കുറെ ട്രാക്ക് ഉണ്ട് കേട്ടോ. റൗണ്ടിലുള്ള സാധനമാണ് ട്രാക്ക്. ഇതൊരു ട്രാക്കാണ്, ഇതൊരു ട്രാക്കാണ്, ഇതൊരു ട്രാക്കാണ്. ഉണ്ടോ? ഇതാണ് ഒരു ട്രാക്ക്. ഇതൊരു റൗണ്ടിൽ ഒരു റെഡ് കളറിലുള്ള സംഭവം കണ്ടില്ലേ? ഈ റെഡ് കളറിലുള്ള ഒരു ട്രാക്കാണ്. അങ്ങനത്തെ കുറെ ട്രാക്കുണ്ട്, thousands of ട്രാക്ക് ഉണ്ട്. ഉണ്ടോ? റെഡ് കളറുള്ള സംഭവമാണ് ട്രാക്ക്. അപ്പൊ ഈ പ്ലേറ്ററിനെ 1, 2, 3 ഇങ്ങനെ കുറെ ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ട്രാക്കാണ് എന്ത്? ഈ റെഡ് കളറിൽ വരച്ച്. ഇതാണ് ഒരു ട്രാക്ക് റൗണ്ടിൽ. ഈ ട്രാക്കിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ ഉണ്ടല്ലേ? പൈ നേത ഷേപ്പില്. ഇതാണ് സെക്ടർ. അപ്പൊ ട്രാക്ക് എന്താണ്, സെക്ടർ എന്താണെന്ന് പഠിച്ചില്ല. ഇതാണ് പ്ലേറ്റർ. ഇതാണ് ഫുൾ കൂടി. ഇതാണ് പ്ലേറ്റർ. ഈ പ്ലേറ്ററിനെ റൗണ്ടിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സർക്കിൾ എന്ന് പറയുന്ന പേരാണ് ട്രാക്ക്. ഈ ട്രാക്കിനെ പിന്നെ അഗൈൻ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? പൈ ഷേപ്ഡ് ഏരിയ. പൈ എന്നെഴുതിയ ഏരിയയിൽ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അതാണ് ഡിസ്ക് സെക്ടർ. അപ്പൊ ഈ ബ്ലൂ ഏരിയ ആണ് സെക്ടർ. ഇനി ഇങ്ങനെ കുറെ ഉണ്ട്. ഇത് 2ാം സെക്ടർ, 3ാം സെക്ടർ, 4ാം സെക്ടർ, അങ്ങനെ സെക്ടർ 1, സെക്ടർ, കുറെ സെക്ടർ. ഇതാണ് സെക്ടർ.
റൗണ്ട് ആണ് ട്രാക്ക്. ഡിസ്ക് ട്രാക്ടറാണിത്, ട്രാക്കാണ്. ഇതാണ് പ്ലേറ്റർ, മൊത്തമുള്ളതാണ് പ്ലേറ്റർ. ഇവിടെയാണ് നമ്മുടെ ഹെഡ്. ഇതാണ് റീറൈറ്റ് ഹെഡ്. റീറൈറ്റ് ഹെഡ് ഇതാ ഈ ഓറഞ്ച് കളറിലാണ് റീറൈറ്റ് ഹെഡ്. ഇവിടെ തൊടാം, എവിടെ വേണമെങ്കിലും റീറൈറ്റ് ഹെഡിന് മൂവ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റും, എഴുതാനും വായിക്കാനും എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇത് ഫ്രണ്ടിലും ബാക്കോട്ടും മാത്രമേ മൂവ് ചെയ്യുള്ളൂ. പ്ലേറ്റർ എന്ത് ചെയ്യും? ഈ പ്ലേറ്റർ കറങ്ങും. ഹെഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു. അപ്പൊ നമ്മള് വേറൊരു കാര്യം ഞാൻ പറയാം. ഈ നിങ്ങൾ ഈ ഫോർമാറ്റിംഗ് കേട്ടില്ലേ? ഈ ഫോർമാറ്റിംഗ് കേട്ടില്ല? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മളിപ്പോ ഒരു ഡിസ്കിനെ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കൊണ്ട് വന്നാല്, പുതിയൊരു ഫ്രഷ് ഹാർഡ് ഡിസ്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഫോർമാറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇങ്ങനെ ട്രാക്കും സെക്ടറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്നത്. ഈ ട്രാക്കും സെക്ടറും ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഡിസ്കിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഡാറ്റ ഇങ്ങനെ ട്രാക്കും സെക്ടറും ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ്. ഫോർമാറ്റ് ചെയ്താൽ മാത്രമേ ട്രാക്ക് സെക്ടർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഫോർമാറ്റ്. സാധാരണ നിങ്ങളോട് ഫോർമാറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയും? അത് ഡിലീറ്റ് ചെയ്യാൻ പറയുന്ന പേരാണ്, അല്ലേ? ഫോർമാറ്റ് ചെയ്താൽ എന്താ നടക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? യൂഷ്വലി നിങ്ങൾ യൂസ് ചെയ്താൽ ഇറ്റ് ഈസ് ഫോർ ഡിലീറ്റിംഗ് ഡാറ്റ ഐറ്റംസ്. ഫോർമാറ്റ് ചെയ്താൽ ഡിലീറ്റ് ആവും, എല്ലാം പോകും. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ട്രാക്ക് സെക്ടർ ഒക്കെ ഡിലീറ്റ് ചെയ്തതിന് പുതിയ ട്രാക്ക് സെക്ടർ ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യും? പഴയ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല, ക്ലീൻ ആയിക്കോളും. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആയിപ്പോകും. അപ്പൊ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയല്ല ഫോർമാറ്റ് ചെയ്യുന്നത്, മനസ്സിലായോ? ഡിലീറ്റ് ആക്കിയാൽ മതി, എന്ത് സാധനം ഒക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കിയാൽ പോയിക്കോളും. പക്ഷെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ എന്താണ്? പുതിയ ട്രാക്കുകളും സെക്ടറുകളും ക്രിയേറ്റ് ആവും. അതാണ് ഫോർമാറ്റിംഗ്. പുതിയ ട്രാക്കുകളും സെക്ടറും ക്രിയേറ്റ് ആകുമ്പോൾ പഴയ ട്രാക്ക് സെക്ടർ ഒക്കെ പോയി പോകും. അപ്പൊ എന്ത് ചെയ്യും? പഴയ ഡാറ്റ ഒക്കെ പോയി പോകും. അതുകൊണ്ട് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന സംഭവമാണ് എന്ത്? ഡിലീഷൻ. പഴയതൊന്നും കിട്ടില്ല. ഓക്കെ, അല്ലാതെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി പറയാനുള്ളത്. ഇത്രയാണ് ഈ ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ്. അപ്പൊ ഈ ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൽ എപ്പോഴും ചോദിക്കുന്ന ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഹാർഡ് ഡിസ്ക്. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സെമ്മിലും പോകണം, അടുത്ത സെമ്മിലും പോകണം. അടുത്ത സെമ്മിൽ ഇത് തന്നെ പഠിക്കാനാണ്. അപ്പോൾ എപ്പോഴും ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നോട്ട് എഴുതിയെടുക്കുക. രണ്ട് ഫിഗർ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ എഴുതിയത് സ്പിൻഡിൽ മോട്ടോർ പ്ലേറ്റർ ഒക്കെ ഉള്ള ആണ് കൺസ്ട്രക്ഷൻ. പിന്നെ അവസാനം ഈ ഫിഗറും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഹാർഡ് ഡിസ്കിനെ പറ്റി, ഹാർഡ് ഡിസ്കിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുക, എഴുതി വെക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ.